Let's see what I eat in a day as an international student in UK. സോ എൻ്റെ ഡേ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും വാം വാട്ടറിലായിരിക്കും. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ മീൽ പ്ലാനിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് ക്യാമ്പസ് കാർഡ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. ക്രോസോൺ ഉണ്ട്, അത് ട്രിപ്പിൾ ചോക്ലേറ്റിൻ്റെ അവൈലബിൾ ആണ്. സോസേജസ് ഉണ്ട്, പൊട്ടറ്റോ ഫ്രൈസ് ഉണ്ട്, ബേക്കൺ ഉണ്ട്. ഒത്തിരി അധികം വെറൈറ്റീസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടുണ്ടാവും. സെൽഫ് സർവീസ് ആണ്. ഒത്തിരി ക്രൗഡഡ് ആയതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ നമുക്ക് യോഗേർട്ടിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പറ്റും. ഹെൽത്തി ഉണ്ട്, ഹെൽത്തി വേർഷൻസും ഉണ്ട്, അൺഹെൽത്തി വേർഷൻസും ഉണ്ട്. അതിനുശേഷം എനിക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു. സോ ഞാൻ എൻ്റെ ബാങ്കിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. ഡേവിഡ്സൺ സ്ക്വയറിലായിരുന്നു എൻ്റെ ബാങ്ക് ഉണ്ടായിരുന്നത്. ബാങ്കിൽ നിന്ന് ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഇവിടുത്തെ റോയൽ ബർഗ്ഷയറിൻ്റെ ഹോസ്പിറ്റൽ കണ്ടു. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു മ്യൂസിയം ഒക്കെ പോലത്തെ ആയിരുന്നു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് വെരി ഹ്യൂജ്. അതിനുശേഷം ഞാൻ എൻ്റെ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ലഞ്ചിൽ നമുക്ക് ഒത്തിരിയധികം വെറൈറ്റീസ് ഉണ്ട്. ലഞ്ചിൽ ഞാൻ ചൂസ് ചെയ്തത് ഒരു ടൈപ്പ് ഓഫ് റൈസും പിന്നെ സ്വീറ്റ് പൊട്ടറ്റോയും കുറച്ച് വെജീസും ആണ്. ആക്ച്വലി പറയുന്ന അത്ര സുഖമൊന്നുമില്ല, ടേസ്റ്റൊന്നുമില്ല, ഭയങ്കര ബ്ലണ്ട് ടേസ്റ്റാണ് ഫീൽ ചെയ്യാറുള്ളത്. പക്ഷേ ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ഇറ്റ് വാസ് പെർഫെക്റ്റ്ലി ഓക്കെ. ദെൻ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യണമായിരുന്നു. അവിടെ പോയി ചോക്ലേറ്റ് ഒക്കെ കഴിച്ചു, സ്നാക്സും പിന്നെ ഹോട്ട് ചോക്ലേറ്റും കുടിച്ചു. പിന്നെ എനിക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ ഹി വാസ് ഫ്രം പാകിസ്ഥാൻ. സോ പുള്ളിയാണ് എനിക്ക് ഫുഡ് വാങ്ങിച്ചു തന്നത്. ഞങ്ങൾ കുറച്ച് വെറൈറ്റി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ രാത്രി ഒരു ബിസ്ക്കറ്റൊക്കെ കഴിച്ച് എൻ്റെ ഡേ ഞാൻ അവസാനിപ്പിച്ചു. ബൈ.